എൻ്റെ കയ്യിലിരിക്കുന്നത് കല്ലുമ്മക്കായാണ് കേട്ടോ. മുരിങ്ങയിറച്ചി എന്ന് പറയും, ഓയിസ്റ്റർ എന്നും പറയും. അപ്പോൾ ഇതൊന്നും നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാനല്ല, അമ്മയാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണേ. നന്നായിട്ട് കഴുകണം. ഇതിനകത്ത് ഈ കല്ല്, ചെളി, മണ്ണ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണിത്. ഇത് ഇനി ഒന്ന് വേവിച്ചെടുക്കണം. വേവിക്കണമെങ്കിൽ വെള്ളം ചേർക്കണ്ട, ഓൾറെഡി ഇതിനകത്ത് വെള്ളമുണ്ട്. വെന്ത് വരുമ്പോൾ നല്ല വെള്ളം കാണും ഇതിൽ. അപ്പോൾ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിൽ വെള്ളം വറ്റി വരുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ആ വെന്ത് കിട്ടുക കേട്ടോ. അങ്ങനെ ഇത് വെന്ത് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ചൂടായ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4 സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇതും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇളക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പുണ്ടോയെന്ന് നോക്കണം കേട്ടോ. കല്ലുമ്മക്കായ്ക്ക് ഓൾറെഡി ഉപ്പുണ്ട്. ഇത് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് നല്ലൊരു അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതേപോലെ നല്ല റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഡെക്കറേഷനൊക്കെ പപ്പയുടെ വകയാണ് കേട്ടോ. ഇതെൻ്റെ അമ്മാമ്മ, ഇതെൻ്റെ അമ്മ. അപ്പം അമ്മ ഉണ്ടാക്കിയ കല്ലുമ്മക്കായ് റോസ്റ്റ് അമ്മാമ്മ ഇപ്പം കഴിക്കും കേട്ടോ. അമ്മേ കഴിച്ച് നോക്കിയിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? അടിപൊളി. ഓ, അമ്മാമ്മയുടെ മോളുണ്ടാക്കിയത് അടിപൊളിയാണോ? അടിപൊളി.